ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് വന്ന ഒരു ഹലോ വേൾഡ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന രണ്ട് പാത്തുണ്ട്, അല്ലെങ്കിൽ രണ്ട് റൂട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് /home/index എന്ന് പറയുന്ന റൂട്ടാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ പാത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റൂട്ട്സ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു പാത്ത് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് /home/about എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൂട്ട് അല്ലെങ്കിൽ പാത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സോഴ്സ് കോഡിലേക്ക് ആഡ് ചെയ്തത് എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഫർദർ എക്സ്പ്ലനേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് കോഡ് എക്സ്പ്ലനേഷനും ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺട്രോളർ ആഡ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രസ് ബേസ്ഡ് രീതിയിലാണ് നമ്മുടെ സീരീസ് ഇനി മുതൽ പോകുന്നത്. പക്ക സോഴ്സ് കോഡെല്ലാം നമ്മൾ കാണിച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൈവ് കോഡിങ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നമ്മൾ കോഡ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നോക്കാം. നമ്മളിവിടെ വിഷ്വൽ സ്റ്റുഡിയോ എടുക്കുകയാണ്. വിഷ്വൽ സ്റ്റുഡിയോയിൽ നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു program.cs ഫയലല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന രണ്ട് ചേഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മളിവിടെ ഒരു സർവീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആഡ് കൺട്രോളേഴ്സ് വിത്ത് വ്യൂസ്. ഓക്കെ, ഈ ഒരു കാര്യം ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സർവീസ് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കൺട്രോളർ വ്യൂസൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ പണ്ടത്തേക്ക് ഒരു .NETൻ്റെ ഫ്രെയിംവർക്കിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോൺഫിഗറേഷൻ ഫയൽസും ഒക്കെ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴാണോ ആവശ്യം വരിക ആ സമയത്ത് അത് ഒരു പർട്ടിക്കുലർ സർവീസ് എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ഒരു ജസ്റ്റ് ഒരു ഇൻഡെക്സ് പാത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കൺട്രോളർ വിത്ത് വ്യൂസ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാപ്പ് കൺട്രോളർ റൂട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചേഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലൈൻ ഓഫ് കോഡാണ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ട് എന്ന് പറഞ്ഞത്. അത് കൂടാതെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ പാറ്റേണിൽ കൺട്രോളർ ഈക്വൽ ടു ഹോം എന്നും /action ഈക്വൽ ടു ഇൻഡെക്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ID (?). ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ എടുത്ത URLൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളെടുത്ത URL സ്ട്രക്ചർ എന്ന് പറയുന്നത് /home/about അല്ലെങ്കിൽ /home/index എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹോം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കൺട്രോളർ ക്ലാസിൻ്റെ ഒരു പേരാണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിലെ ഒരു ആക്ഷൻ്റെ പേരാണ്. ഓക്കെ, ആ ഒരു പാറ്റേൺ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ കൺട്രോളർ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിൽ വേണം കൺട്രോളറിനെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ ഡിഫോൾട്ട് കൺട്രോളർ ഈക്വൽ ടു ഹോം എന്ന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഹോം എന്ന് പറയുന്ന കൺട്രോളർ ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. അതിലെ ആക്ഷൻ ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ഈ തേർഡ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പാസ് ചെയ്യുന്ന ID അല്ലെങ്കിൽ ക്വറി പാരാമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ആക്ച്വലി ഓപ്ഷണൽ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ആണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ റൂട്ട്സ് അല്ലെങ്കിൽ ഓരോരോ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ URLs ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ URL ആഡ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യും. ആ കൺട്രോളറിൻ്റെ അകത്ത് കുറച്ച് ആക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കൺട്രോളർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോർ ദ ടൈം ബീങ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ സൊല്യൂഷൻ എക്സ്പ്ലോററിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്. ഓക്കെ, കാരണം ഈ ഒരു ഫോൾഡർ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു empty ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫോൾഡർ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത പുതിയൊരു ഫോൾഡറാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ന്യൂ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ നെയിം കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കൺട്രോളർ ഫോൾഡറിൻ്റെ അകത്തായി പോയെന്നുള്ളൂ. നിങ്ങൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ
അകത്താണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ MVC കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് പാർട്ട് കൺട്രോളർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൺസെപ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മിഡിൽ മാൻ, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് എക്സാമ്പിളിലെ വെയിറ്ററാണ് ആക്ച്വലി കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് കൺട്രോളർ ക്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളർ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് കൺട്രോളർ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ബേസിക്കലി അവിടെയും നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിലും empty ടെംപ്ലേറ്റ് വേണോ, വേറെ പല റീട്രേറ്റ് ആക്ഷൻസ് ഉള്ള ടെംപ്ലേറ്റ് വേണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു empty കൺട്രോളർ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഒരു empty കൺട്രോളർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കൺട്രോളർ ക്ലാസ് നെയിം ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നെയിം ജനറലി ആ ഒരു പേര് അത് കഴിഞ്ഞ് കൺട്രോളർ എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് ആക്ച്വലി കൺട്രോളർ വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഹോം കൺട്രോളർ 1 എന്ന് പറയുന്ന ഒരു കൺട്രോളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു empty ക്ലാസ് അതിലൊരു ഡിഫോൾട്ടായിട്ടൊരു ഇൻഡെക്സ് ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കൺട്രോളർ നമ്മൾ ആസ് ഓഫ് നൗ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഹോം കൺട്രോളർ ക്രിയേറ്റ് ചെയ്തായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സോഴ്സ് കോഡ് ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഹോം കൺട്രോളർ ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് കൺട്രോളർ എന്ന് പറയുന്ന .NET-ലെ മെയിൻ ബേസ് ക്ലാസ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് നമ്മുടെ കൺട്രോളർ ക്ലാസ്സിന് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള 2 ആക്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് എന്തെന്ന് ഇൻഡെക്സും എബൌട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു HTML പേജ് അല്ല റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ program.csൽ നിങ്ങളിവിടെ കണ്ട ഒരു ഹലോ വേൾഡ് പോലെ ഒരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ കോഡ് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയി. ഓക്കെ, അതാണ് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹോം കൺട്രോളറിൻ്റെ അകത്ത് നമുക്കിനി എത്ര ആക്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലെയിൻ സ്ട്രിങ് റിട്ടേൺ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്ട്രിങ് റിട്ടേൺ ടൈപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ ഹലോ വേൾഡ് ഫ്രം ആക്ഷൻ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എഡിറ്റഡ് എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു ചേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഹോം കൺട്രോളറിലെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ എഡിറ്റ് ചെയ്ത ഒരു സ്ട്രിങ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കാണുന്നത്. നമ്മൾ എപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഔട്ട്പുട്ട് വരുന്ന ടൈം എടുക്കുന്നത്. ഓക്കെ, കാരണം ഇതൊരു കമ്പൈലായി ബിൽഡായി വരാനുള്ള ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ഡിലേ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സിസ്റ്റം സ്ലോ ആണെങ്കിൽ ചിലപ്പോൾ ആ ടൈം ഡിലേ കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഹോമിൻ്റെ ഇൻഡെക്സ് ഒന്നുകൂടി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എഡിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പുതിയ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഹോം പോലെ തന്നെ നമുക്ക് എബൌട്ട് എന്ന് പറയുന്ന പാത്തും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രസ്, ഈ ഒരു വീഡിയോയിലെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൺട്രോളിൽ നിന്ന് നമ്മളൊരു റൂട്ട് ആഡ് ചെയ്തു. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ URL പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒരു പാത്ത് ആഡ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കൺട്രോളർ എങ്ങനെ എനേബിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് കൺട്രോളർ വിത്ത് വ്യൂസ്, ഈ വ്യൂസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ വ്യൂസ് എനേബിൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തു. ഓക്കെ, ഈ പാറ്റേൺ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് കൺട്രോളർ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ബൈ ഡിഫോൾട്ട് ഹോം ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡിഫോൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും കോഡിങ് പഠിക്കുമ്പോൾ ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻറ്റൻഷ്യലി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ബഗ്സ് വരുത്താനോ അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഈ URL ഒക്കെ മാറ്റി കൊടുത്തുകൊണ്ട് ഈ ചേഞ്ചിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വെറും /home/ എന്ന് മാത്രം കൊടുത്തപ്പോഴും നമുക്ക് ഇൻഡെക്സ് ആക്ഷൻ തന്നെ ലോഡായിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാറ്റേണിൽ നമ്മൾ
ഡിഫോൾട്ട് ആക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എബൌട്ടിനെ ഇവിടെ ഡിഫോൾട്ട് ആക്ഷനാക്കി മാറ്റുവാണ്. ഓക്കെ, ഈ എബൌട്ടിനെ ഡിഫോൾട്ട് ആക്ഷനാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം, കാരണം ആപ്പ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് മാറുക? അപ്പോൾ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കോഡും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടാതെ നിങ്ങൾക്കതിൽ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കാനായിട്ട് ഇതുപോലെ മൈന്യൂട്ട് ചേഞ്ചസ് ചെയ്ത് ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം നമ്മൾ വെറുതെ ഹോം എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ഇപ്പോൾ ലോഡാവുന്നത് ആക്ച്വലി എബൌട്ട് പേജ് ആണ്. ഓക്കെ, നേരത്തെ ലോഡായിരുന്ന പോലെ ഇൻഡെക്സ് ആക്ഷൻ അല്ല അവിടെ ലോഡായിരിക്കുന്നത്, നമുക്ക് എബൌട്ട് പേജ് ആണ് ലോഡായിരിക്കുന്നത്. ഓക്കെ, കാരണം ഡിഫോൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത് എബൌട്ട് ആണ്. ഓക്കെ, നമ്മളിവിടെ ആക്ഷൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്റ്റിൽ ലോഡാവും. അപ്പോൾ അതിൽ ഇൻഡെക്സ് എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ /index എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോയിൽ ഈ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കൺട്രോളർ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കൺട്രോളർ ആഡ് ചെയ്തു. ആ കൺട്രോളിൽ നിന്ന് ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സോഴ്സ് കോഡ് നിങ്ങൾക്ക് എങ്ങനെ ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സോഴ്സ് കോഡ് എങ്ങനെയാണ് ജിറ്റിൽ നിങ്ങൾക്കിത് സെർച്ച് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാക്ട് സോഴ്സ് കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി കമ്പയർ ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.